ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. ഞങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പോയിക്കോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. മക്കൾക്ക് ഇന്ന് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഓൺലൈനായിട്ടാണ്. അപ്പോൾ ബത്തേൽ വെച്ചിട്ടാണ് ആ ക്ലാസ്. അപ്പോൾ അതിനാണ് അവർ പോണത് കേട്ടോ. രാവിലെ അവരെ കൊണ്ടേക്കും. അവർ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങും കേട്ടോ. ഞാനും ഫിദമോളും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുവാനാകുമ്പോൾ ഒരു 10:30 ആവും കേട്ടോ അവർ വരുമ്പോൾ. അപ്പോൾ വന്നിട്ടാണ് പിന്നെ എണീക്കൽ. ഫ്രൈഡേ മദ്രസ് പോയാണ്ട് അവർ വരുമ്പോഴാട്ടോ കൂടുതലായിട്ടും ഒരാഴ്ചക്കുള്ള ഇതേപോലെ ഫിഷും ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് അവർ കൊണ്ടുവരൽ. അങ്ങനെയാണ് അവരെ മദ്രസിലാക്കിയിട്ട് മാർക്കറ്റിൽ പോയി വാങ്ങലാണ് കേട്ടോ. പതിവ് അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളതും കറിയൊക്കെ ഉള്ളതും ഒക്കെ മാറ്റി മസാലയൊക്കെ തേച്ച് റെഡിയാക്കി അപ്പം തന്നെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ കയറ്റിയായിട്ട് ഓരോ ബോക്സുകളിലാക്കി വെക്കുക കേട്ടോ ചെയ്യൽ. എന്നാൽ ഓരോ പ്രാവശ്യത്തിനുള്ളത് നമുക്ക് അങ്ങനെ എടുത്താൽ മതി. ഒന്നായിട്ടെടുത്ത് ഫുള്ളായിട്ടെടുത്ത് വെള്ളം പറന്ന് ഐസ് പോകാൻ അങ്ങനെ ഇടൊന്നും വേണ്ട. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് വെക്കലാട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ലീവായതുകൊണ്ട് അനിയൻ വന്നിട്ടുണ്ട് കേട്ടോ. നസീമിലുള്ള സിബിലി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി എണീറ്റു കേട്ടോ. എണീറ്റിട്ട് പിന്നെ വൈകുന്നേരം ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇറങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ റിയാദിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. പൊടിക്കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനിയന് നാളെ ഡ്യൂട്ടിയും കാര്യങ്ങളും അവനുണ്ട്. അപ്പോൾ അവനെ നേരത്തെ റൂമിൽ കൊണ്ടേക്കും വേണം. പിന്നെ അസീസിയയിലുള്ള വലിയ അനിയൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം, മുനീൻ്റെ അടുത്തേക്ക്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഇത്ര ദിവസം. പിന്നെ വിസ റിന്യൂ ചെയ്ത് കിട്ടുമോ ഇല്ലേ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളും. അത് കുറച്ച് ദിവസം എന്തായാലും റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും അത്യാവശ്യം വാങ്ങി വെറുതെ സ്റ്റോറേജ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോവും വേണം. പിന്നെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി നേരത്തെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് റൂമിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ മദീനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് പിന്നെ വ്യാഴമോ അല്ലെങ്കിൽ വെള്ളിയോ ആയിട്ട് ഇവിടെ തന്നെയാണ് മദീനയിൽ തന്നെയായിട്ട് വരൽ. നമ്മൾ റൂമിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് പോരാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് മദീനയിൽ നിന്ന് തന്നെ ആദ്യം മുതലേ നമ്മൾ വാങ്ങലും സാധനങ്ങൾ റൂമിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങലും മദീനയിൽ നിന്നാണ് കേട്ടോ. മദീനയിൽ നിന്ന് വാങ്ങി നമ്മൾ വാങ്ങണ പൈസക്ക് ഒരു വെർത്താവുന്നതാണ്. അങ്ങനെ ഒരു ട്രോളി നിറഞ്ഞ സാധനങ്ങൾ നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ ലുലുവിലായാലും വഫയിലായാലും ഒന്നും പോയാലും എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടലില്ല. മദീനയിലാണ് കേട്ടോ വരൽ ഞങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടാണ് സാധനം വാങ്ങിയാണ്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ അനിയനെയും കണ്ട് അങ്ങനെ പോവലാണ് ചെയ്യൽ. മദീനയിൽ എല്ലാ ആഴ്ചകളിലും വരുന്നതുകൊണ്ട് ഇവിടെ എന്തൊരു മാറ്റം വന്നാലും നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും മിഠായിൻ്റെയൊക്കെ ചോക്ലേറ്റിൻ്റെയൊക്കെ കൗണ്ടറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒക്കെ റിന്യൂ ചെയ്ത് പുതിയതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ക്യാബിനുകളും കാര്യങ്ങളും ഡേറ്റ്സിന് മാത്രമായിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളായിട്ടുള്ള ഇതേപോലെ പരിപ്പ്, കടല, ചെറുപയർ, മമ്പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ പൈസക്ക് അങ്ങനെ തൂക്കിയാണ്ട് കിട്ടണ അങ്ങനത്തെ ഒരു കൗണ്ടറും വന്നിട്ടുണ്ട് കേട്ടോ.
അത് കുറച്ച് മുന്നേ ഉണ്ട്. പിന്നെ ഇതൊക്കെ ആയിട്ട് പുതിയത് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവിടെ എന്തൊരു ചെറിയ മാറ്റം വന്നാലും നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്നത് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പച്ചക്കറി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ വെജിറ്റബിൾസൊക്കെ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ബില്ലടിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ ബില്ലടിക്കാം. മെയിൻ ബില്ലടിക്കുന്നത് കുറച്ചും കൂടെ അപ്പുറത്താട്ടോ. അപ്പം കുറച്ച് സാധനം കൂടി എടുക്കാണ്ട്, അതുകൊണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ബില്ലടിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. പിന്നെ ആളുകളായാലും മദീനൻ്റെ ഉൾവശമായിട്ട് ഫുള്ളായിട്ട് ക്യാമറ തിരിക്കാത്ത, ഫോക്കസ് ചെയ്യാത്ത, എന്താ വെച്ചാൽ ഇവിടെ സൗദിയിലുള്ള നിയമവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. നമ്മൾ നാട്ടിലൊന്നും ഇതാക്കണ പോലെ ഫുള്ളായിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കാനോ അങ്ങനെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാനോ കാര്യങ്ങളൊന്നും ഇവിടെ പറ്റൂല. നല്ല റൂൾസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രത്യേക നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ മദീനയിൽ വന്നിട്ടുള്ള വീഡിയോ 1-2 വീഡിയോ വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പാർക്ക് ചെയ്ത് കൊടുത്തേക്ക് പോവുകയാണ്. പാർക്കിങ്ങൊക്കെ നമുക്ക് കുറച്ച് ദൂരത്തോട്ടാണ് കിട്ടിയത്. മദീനയിൽ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കായിക്കാരം കേട്ടോ. എപ്പോൾ ഏത് ടൈമിൽ വന്നാലും നല്ല തിരക്കുണ്ടാവും. നമ്മൾ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിലും കടയിലൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ. കാരണം ഫുള്ള് മലയാളീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. മദീനയിൽ വന്നാൽ ഇതിപ്പോൾ നമ്മൾ അനിയൻ്റെ അടുത്ത് അസീസിയയിൽ വന്നിട്ടുണ്ട്, മുനീൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവൻ്റെ കടയാണ് കേട്ടോ. റാണിയ അവൻ്റെ അടുത്ത് പോയതും ഒക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. അപ്പോൾ രണ്ടാളും കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കലാണ് ചെയ്യൽ, അങ്ങോട്ട് കയറി പോകലൊന്നുമില്ല. ആളുകളില്ലാത്ത സമയത്തൊന്ന് ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കയറി പോകുന്നല്ലാതെ കയറി പോലില്ല. വണ്ടിയിൽ തന്നെ ഇരിക്കലാണ്. മക്കൾ പോകും കേട്ടോ. സിബിലിൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മദീനയിൽ നിന്ന്. അപ്പോൾ അവനുള്ളൊരു ഓരി ഞങ്ങൾ കൊടുന്നാണ്ട് അവൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് കൊടുത്തതാണ്. ഇത് അവർ തന്നെ വേറെ ബക്കാലയാണ് കേട്ടോ. അവർ തന്നെ വേറെ ചെറിയ മിനി സൂപ്പർ മാർക്കറ്റായിട്ടുള്ള വേറൊരു ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് പിസ്സയൊക്കെ വാങ്ങി തന്ന് അവിടെ അവൻ്റെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു സംഭവം തരും കേട്ടോ. അപ്പോൾ അവിടുന്ന് അവന് പിസ്സയൊക്കെ വാങ്ങി തന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോരുകയാണ് കേട്ടോ. അങ്ങനെ സിബിലിനെ അവൻ്റെ റൂമിലും ആക്കി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അവൻ്റെ റൂമിലേക്ക് പോകണം അവിടെ അടുത്തുള്ളൊരു ഷോപ്പാണ് കേട്ടത്. ഷവർമ്മക്ക് മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ് ഷവർമ്മ ഹൗസ് എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഷോപ്പാണ് കേട്ടത്. റിയാദിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അത് ഇവിടെ ഏറ്റവും വലുതുള്ളത് നമ്മളിവിടെ ഖുറൈശ് റോട്ടിലാണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ്, നല്ല തിരക്കാണ് കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അവരുടെ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം അത്ര തിരക്കാണ് കേട്ടോ ഷവർമ്മ ഹൗസിൽ. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇതുവരെ അവിടെ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ബാവക്ക് ചിക്കൻ അത്ര ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളിതുവരെ അവിടെ കയറിയിട്ടില്ല. റൂമിലെത്തിയ സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.